ഹലോ സ്റ്റുഡൻസ്, എല്ലാവർക്കും സുഖമല്ലേ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് പ്രീഡിഫൈൻഡ് ഫംഗ്ഷനാണ്. C++ ലൈബ്രറിയുടെ കൂടെ ഹെഡർ ഫയൽ ഇൻക്ലൂഡ് ചെയ്യിച്ചാൽ നമ്മൾക്ക് അതിനെ പ്രത്യേകിച്ച് ഡിഫൈൻ ചെയ്യാതെ ഒരു യൂസർക്ക് കോൾ ചെയ്ത് അതിനെ വർക്ക് ചെയ്യിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള പ്രീഡിഫൈൻഡ് ഫംഗ്ഷനാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സെയിം കുറച്ച് ക്യാരക്ടർ ഫങ്ഷൻസും മാത്തമെറ്റിക്കൽ ഫങ്ഷൻസുമാണ്. ഇത് ബിൽട്ടിംഗ് ഫങ്ഷനാണ്. എന്ന് വെച്ചാൽ C++ കമ്പൈലറിൻ്റെ കൂടെ തന്നെ ഡിഫൈൻ ചെയ്തു വെച്ച ഫങ്ഷനാണ്. യൂസർക്ക് അതിനെ ആവശ്യത്തിന് അനുസരിച്ച് ഉപയോഗിക്കാം എന്ന് മാത്രം. ആദ്യം പറയുന്നത് അബ്സല്യൂട്ട് വാല്യൂ കാണാനുള്ള ഒരു മാത്തമെറ്റിക്കൽ ഫങ്ഷനാണ്. അബ്സല്യൂട്ട് വാല്യൂ മീൻസ് ഒരു നമ്പറിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ എന്നാൽ ഒരു നമ്പർ നമുക്കറിയാം നെഗറ്റീവും ആവാം പോസിറ്റീവും ആവാം. അതിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് വാല്യൂ. നെഗറ്റീവ് ആവട്ടെ പോസിറ്റീവ് നമ്പർ ആവട്ടെ, അതിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പോസിറ്റീവ് ആൻസറാണ് നമുക്ക് കിട്ടുക. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അതിന് ഉപയോഗപ്പെടുന്ന ഒരു C++ ഫങ്ഷനാണ് ABS ബ്രാക്കറ്റിൽ. അതിൻ്റെ സിൻറ്റാക്സ് ഇതാണ്: ഇൻറ്റ് ABS ബ്രാക്കറ്റിൽ ഇൻറ്റ്. നമുക്ക് ABS എന്ന ഫംഗ്ഷൻ്റെ ഉള്ളിൽ ഒരു പാരാമീറ്ററിനെ കൊടുക്കാം, ഒരു ആർഗ്യുമെൻറ്റിനെ കൊടുക്കാം. അത് നെഗറ്റീവ് നമ്പർ ആവട്ടെ പോസിറ്റീവ് നമ്പർ ആവട്ടെ, ഈ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് പോസിറ്റീവ് നമ്പർ ആയിരിക്കും. ഉദാഹരണത്തിന് n = -25. ABS ഓഫ് ബ്രാക്കറ്റിൽ n എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുക +25 ആയിരിക്കും കിട്ടുക. ഇനി അഥവാ നമ്പർ n-ൻ്റെ വാല്യൂ പോസിറ്റീവ് തന്നെ ആവട്ടെ, അങ്ങനെയാണെങ്കിലും നമുക്ക് കിട്ടുക പോസിറ്റീവ് നമ്പറാണ് റിസൾട്ട് കിട്ടുക. n either നെഗറ്റീവ് ഓർ പോസിറ്റീവ്, റിസൾട്ട് മസ്റ്റ് ബി പോസിറ്റീവ്. ഇതാണ് ഒരു ABS എന്ന ഫംഗ്ഷൻ്റെ ഉപയോഗം. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഡെസിമൽ വാല്യൂ ഉള്ള നമ്പറാണ് വരുന്നതെങ്കിൽ, ഫ്ലോട്ടിംഗ് പോയിന്റ് ഉള്ള വാല്യൂ ആണ് വരുന്നതെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഫംഗ്ഷനാണ് FABS. ABS ഉപയോഗിക്കുന്നത് പോലെ തന്നെ FABSനെയും ഉപയോഗിക്കാം. സെക്കൻഡ് ബിൽട്ടിംഗ് ഫംഗ്ഷനാണ് SQRT. SQRT എന്ന ഫംഗ്ഷൻ നെയിമിൽ തന്നെ ഉണ്ട് സ്ക്വയർ റൂട്ട് എന്നല്ലേ. ഒരു നമ്പറിൻ്റെ സ്ക്വയർ റൂട്ട് കാണാനാണ് നമ്മൾ SQRT എന്ന ബിൽട്ടിംഗ് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. എന്തായിരുന്നു സ്ക്വയർ റൂട്ട്? നമ്പർ 25 ആണെങ്കിൽ അതിൻ്റെ സ്ക്വയർ റൂട്ട് 5 ആണ്. 525 ആണെങ്കിൽ അതിൻ്റെ സ്ക്വയർ റൂട്ട് 25 ആണ്. ഏത് രണ്ട് നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണോ മറ്റൊരു റിസൾട്ട് കിട്ടുന്നത്, അതിൻ്റെ സ്ക്വയർ റൂട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാൻ ഉപയോഗിച്ച നമ്പർ ആയിരിക്കും. 2 × 2 4. അപ്പം 4ൻ്റെ സ്ക്വയർ റൂട്ട് 2. SQRT ഫംഗ്ഷൻ്റെ പാരാമീറ്ററായിട്ട് നമുക്ക് ഇൻറ്റിജർ, ഡബിൾ, ഫ്ലോട്ട് ഏത് വാല്യൂ വേണമെങ്കിലും കൊടുക്കാം. ഏത് വാല്യൂ ആണെങ്കിലും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ക്വയർ റൂട്ട് കിട്ടും. n = 25. SQRT ഓഫ് 25 റിട്ടേൺ നമ്പർ 5. ഇനി അഥവാ 25.4 എന്നാണ് നിങ്ങൾ ബ്രാക്കറ്റിൽ ആർഗ്യുമെൻ്റ് ആയിട്ട് കൊടുത്തതെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ക്വയർ റൂട്ട് കിട്ടും. ഇൻറ്റിജർ, ഡബിൾ, ഫ്ലോട്ട് ഈ 3 ടൈപ്പ് ഡാറ്റയെ നമുക്ക് എന്ത് ചെയ്യാം? SQRTയുടെ പാരാമീറ്ററായിട്ട് കൊടുക്കാം. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടും എന്നർത്ഥം. അടുത്ത ഫംഗ്ഷനാണ് POW, പവർ. അതിൻ്റെ ഷോർട്ടാണ് POW. നമ്മൾക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട് x⁻⁴. ഒരു നമ്പർ ടു ദി പവർ അനദർ നമ്പർ. ഉദാഹരണത്തിന് 5⁻⁴. 5 × 5 × 5 × 5. അതാണ് 5⁻⁴ എന്ന് പറഞ്ഞാൽ. ഇങ്ങനെ ഒരു നമ്പർ ടു ദി പവർ അനദർ നമ്പർ, അത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ POW എന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. ഇത് 2 ആർഗ്യുമെൻറ്റിനെ സ്വീകരിക്കും, X and Y. ഇതിൻ്റെ സിൻറ്റാക്സ് ഇതാണ്: POW ബ്രാക്കറ്റിൽ x,
y. എക്സ് എന്ന് പറഞ്ഞാൽ അതിന് ആദ്യം കൊടുക്കുന്ന നമ്പർ, ടു ദി പവർ എന്ന് പറഞ്ഞ് കൊടുക്കുന്ന നമ്പർ y. ഉദാഹരണത്തിന് നമുക്ക് POW ബ്രാക്കറ്റിൽ ഫസ്റ്റ് ആർഗ്യുമെൻറ്റ് എക്സിന് പകരം 5 എന്നും വൈക്ക് പകരം 4 എന്നും കൊടുക്കാം. എന്ന് വെച്ചാൽ 5 × 5 × 5 × 5. 5 × 5 25, 25 × 5 125, 125 × 5 625. അപ്പോൾ POW ഓഫ് ബ്രാക്കറ്റിൽ 5,4 എന്ത് റിട്ടേൺ ചെയ്യും? 625 എന്ന റിസൾട്ട് റിട്ടേൺ ചെയ്യും. അപ്പോൾ നമ്മൾ പഠിച്ചത് 3 മാത്തമാറ്റിക്കൽ ഫംഗ്ഷനാണ്. അബ്സല്യൂട്ട് വാല്യൂ കാണാൻ, പവർ കാണാൻ, അതേപോലെ തന്നെ സ്ക്വയർ റൂട്ട് കാണാൻ. വ്യത്യസ്ത നമ്പറുകൾ ഉപയോഗിച്ച് നമുക്ക് റിസൾട്ട് കണ്ടു നോക്കാം. മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യിക്കേണ്ട ഹെഡർ ഫയലാണ് CMath. #include CMath എന്ന് ഫസ്റ്റ് തന്നെ ഹെഡർ ഫയലിനെ ഇൻക്ലൂഡ് ചെയ്യണം. ഇനി അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് കുറച്ച് ക്യാരക്ടർ ഫങ്ഷൻസ് ആണ്. ക്യാരക്ടർ എന്തായിരുന്നു? സിംഗിൾ കോഡ്സിൽ റെപ്രസെൻ്റ് ചെയ്യുന്ന ക്യാരക്ടർ അല്ലേ? ക്യാരക്ടറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ബിൽഡിംഗ് ഫങ്ഷൻസ്. ഒരു ക്യാരക്ടർ ഫംഗ്ഷനെ നമ്മൾ കോൾ ചെയ്യണമെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് CC ടൈപ്പ് എന്ന ഹെഡർ ഫയൽ നമ്മൾ ഫസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യിക്കണം. #include CC ടൈപ്പ് എന്ന് ഫസ്റ്റിൽ പ്രീ പ്രോസസ്സർ ഡയറക്ടറിയുടെ പാർട്ടിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യിക്കണം എന്നർത്ഥം. ഫസ്റ്റ് ക്യാരക്ടർ ഫംഗ്ഷനാണ് ഈസ് അപ്പർ. ഒരു ക്യാരക്ടർ അപ്പർ കേസ് ലെറ്റർ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈസ് അപ്പർ എന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. ഈസ് അപ്പർ എന്ന ഫംഗ്ഷൻ 1 or 0 ആണ് റിട്ടേൺ ചെയ്യുക. നമ്മൾ കൊടുത്ത ക്യാരക്ടർ അപ്പർ കേസ് ലെറ്റർ ആണെങ്കിൽ 1 എന്നും, അല്ല നമ്മുടെ കൊടുത്ത ക്യാരക്ടർ ലോവർ കേസ് ലെറ്റർ ആണെങ്കിൽ 0 എന്നും റിട്ടേൺ ചെയ്യും. ഇതിൻ്റെ സിൻടാക്സ് ഇതാണ്: ഇൻറ്റ് ഈസ് അപ്പർ ബ്രാക്കറ്റിൽ char C. ഇത് റിട്ടേൺ ചെയ്യാൻ ഞാൻ പറഞ്ഞു 1 or 0 ആണെന്ന്. അതുകൊണ്ടാണ് ഇതിൻ്റെ ഫംഗ്ഷൻ്റെ ഡാറ്റ ടൈപ്പ് ഇൻറ്റ് എന്നും ബ്രാക്കറ്റിൽ നമ്മൾ ക്യാരക്ടറാണ് ആർഗ്യുമെൻ്റ് ആയിട്ട് കൊടുക്കുക. അതുകൊണ്ടാണ് ബ്രാക്കറ്റിൽ char എന്നും ഡാറ്റ ടൈപ്പ് കൊടുത്തത്. ഉദാഹരണത്തിന് C = ക്യാപിറ്റൽ ലെറ്റർ A എന്ന ക്യാരക്ടർ നമ്മൾ സിയിലോട്ട് ഇനീഷ്യലൈസ് ചെയ്തു. ഈസ് അപ്പർ ബ്രാക്കറ്റിൽ C എന്ന് കൊടുത്താൽ സിയുടെ വാല്യൂ ക്യാപിറ്റൽ ലെറ്റർ A ആയതുകൊണ്ട് ഈ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുക +1 ആണ്. 1 എന്ന നമ്പറാണ് റിട്ടേൺ ചെയ്യുക. ഇനി സിയുടെ വാല്യൂ സ്മോൾ ലെറ്റർ ഏതെങ്കിലും A to Z ലുള്ള ഏതെങ്കിലും ലെറ്റർ ആണെങ്കിൽ അത് റിട്ടേൺ ചെയ്യുക 0 ആണ്. ഇതേപോലെയുള്ള ലോവർ കേസ് ലെറ്റർ ആണോ സ്മോൾ കേസ് ലെറ്റർ ആണോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബിൽഡിംഗ് ഫംഗ്ഷനാണ് ഈസ് ലോവർ എന്ന ഫംഗ്ഷൻ. സിൻടാക്സ് ഇൻറ്റ് ഈസ് ലോവർ ബ്രാക്കറ്റിൽ char C. സിയിലുള്ള വാല്യൂ സ്മോൾ ലെറ്റർ ആണെങ്കിൽ 1 റിട്ടേൺ ചെയ്യും. സിയിലുള്ള വാല്യൂ ക്യാപിറ്റൽ ലെറ്റർ ആണെങ്കിൽ 0 റിട്ടേൺ ചെയ്യും. ഈസ് അപ്പർ എന്ന ഫംഗ്ഷൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് റിസൾട്ടാണ് ഈസ് ലോവർ എന്ന ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്നത്. ഉദാഹരണത്തിന് CH = സ്മോൾ ലെറ്റർ A. ഈസ് ലോവർ ബ്രാക്കറ്റിൽ CH എന്ന് കൊടുക്കുമ്പോൾ ഇറ്റ് റിട്ടേൺ 1. CHൻ്റെ വാല്യൂ ക്യാപിറ്റൽ ലെറ്റർ K ആണെങ്കിൽ അല്ലെങ്കിൽ ക്യാപിറ്റൽ ലെറ്റർ ഏതെങ്കിലും ഒരു ക്യാരക്ടർ ആണെങ്കിൽ ഇറ്റ് വിൽ റിട്ടേൺ 0. ഞാൻ നേരത്തെ പറഞ്ഞു ജസ്റ്റ് ഓപ്പോസിറ്റ് ഓഫ് ദി ഈസ് അപ്പർ. ഈസ് അപ്പറിൻ്റെ റിട്ടേൺ വാല്യൂവിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ് ഈസ് ലോവറിൻ്റെ റിട്ടേൺ വാല്യൂ എന്നുള്ളത്. അവിടെ അപ്പർ കേസ് ആവുമ്പോൾ 1 റിട്ടേൺ ചെയ്യും, ഇവിടെ ലോവർ കേസ് ആവുമ്പോഴാണ് 1 റിട്ടേൺ ചെയ്യുക എന്ന് മാത്രം. മൂന്നാമത്തെ ഫംഗ്ഷൻ ഈസ് ആൽഫ എന്നുള്ളതാണ്. ഗിവൺ ക്യാരക്ടർ ആൽഫബറ്റിക് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ്. ആൽഫബറ്റിക് ആണെങ്കിൽ 1 റിട്ടേൺ ചെയ്യും, അല്ലെങ്കിൽ
0 റിട്ടേൺ ചെയ്യും. ഉദാഹരണത്തിന് സി ഈസ് ഈക്വൽ ടു സിംഗിൾ കോഡ്സിൽ 3 എന്ന നമ്പറാണ് കൊടുത്തത്. ഈസ് ആൽഫ ഓഫ് സി എന്ന് പറയുമ്പം അവിടെ റിട്ടേൺ ചെയ്യുക 0 ആണ്. കാരണം എന്താണ്? സിയുടെ വാല്യൂ ന്യൂമറിക് 3 ക്യാരക്ടറാണ് നമ്മൾ കൊടുത്തത്. അല്ല, അതർവൈസ് നമ്മൾ സിയുടെ വാല്യൂ ഏതെങ്കിലും ഒരു ലെറ്റർ കൊടുത്തു, ക്യാപിറ്റൽ ലെറ്റർ ഓർ സ്മോൾ ലെറ്റർ, ഏതെങ്കിലും ഒരു ക്യാരക്ടർ കൊടുത്തു. ആ കേസിൽ ഇത് റിട്ടേൺ ചെയ്യുക 1 ആണ്. കാരണം ഈസ് ആൽഫ എന്ന ഫംഗ്ഷൻ ചെക്ക് ചെയ്യുന്നത് ഗിവൺ ക്യാരക്ടർ ആൽഫബറ്റ് ആണോ അല്ലേ എന്നുള്ളതാണ്. ആൽഫബറ്റ് ആണെങ്കിൽ 1ഉം, ആൽഫബറ്റ് അല്ലെങ്കിൽ അല്ലാത്ത ഏത് ന്യൂമറിക്കോ സ്പെഷ്യൽ ക്യാരക്ടറോ ഏതുമാവട്ടെ ആ കേസിലൊക്കെ 0ഉം റിട്ടേൺ ചെയ്യും. അടുത്തത് ഈസ് ഡിജിറ്റ് എന്നുള്ളതാണ്. ഇൻറ്റ് ഈസ് ഡിജിറ്റ് ബ്രാക്കറ്റിൽ ക്യാർ സി. നമ്മൾ സി എന്ന ക്യാരക്ടറിൽ ഡിജിറ്റ് ആണ് കൊടുത്തതെങ്കിൽ അതിന് അസൈൻ ചെയ്ത വാല്യൂ ഏതെങ്കിലും ഒരു ഡിജിറ്റ് ന്യൂമറിക് വാല്യൂ ആണെങ്കിൽ പോസിറ്റീവ് 1 എന്ന റിസൾട്ട് റിട്ടേൺ ചെയ്യും. അല്ലാത്ത എല്ലാ കേസിലും ഡിജിറ്റ് അല്ലാത്ത സ്പെഷ്യൽ ക്യാരക്ടറോ ആൽഫബറ്റിക്കോ ആണെങ്കിൽ ഈസ് ഡിജിറ്റ് 0 എന്ന വാല്യൂ ആണ് റിട്ടേൺ ചെയ്യുക. ഉദാഹരണത്തിന് സി ഈസ് ഈക്വൽ ടു 1 എന്ന് കൊടുത്തു. ഈസ് ഡിജിറ്റ് ബ്രാക്കറ്റിൽ സി എന്ന് കൊടുക്കുമ്പോൾ സിയുടെ വാല്യൂ 1 ആയതുകൊണ്ട് അതൊരു ഡിജിറ്റ് ആയതുകൊണ്ട് 1 എന്ന വാല്യൂ റിട്ടേൺ ചെയ്യും. റിസൾട്ട് 1 ആയിരിക്കും. സിയുടെ വാല്യൂ ബി സി എന്ന ഏതെങ്കിലും ഒരു ക്യാരക്ടർ ആണെങ്കിൽ ഈസ് ഡിജിറ്റ് സി റിട്ടേൺ 0. അടുത്ത ഫംഗ്ഷൻ നമ്മൾ കൊടുത്ത ക്യാരക്ടർ ആൽഫബറ്റോ ന്യൂമറിക്കോ ആൽഫ ന്യൂമറിക് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ്. ആൽഫബറ്റ് ആണെങ്കിലും ന്യൂമറിക് ആണെങ്കിലും 1 റിട്ടേൺ ചെയ്യും. ഫംഗ്ഷൻ നെയിം ഈസ് AL നം. ആൽഫ ന്യൂമറിക്കിൻ്റെ ഷോർട്ടാണ് ഈസ് AL നം എന്നുള്ളത്. ആൽഫബറ്റിക് ആവട്ടെ ന്യൂമറിക് ആവട്ടെ, ഉദാഹരണത്തിന് ആൽഫബറ്റിക് മീൻസ് ക്യാപിറ്റൽ ലെറ്റർ A to Z ഓർ സ്മോൾ ലെറ്റർ A to Z. ന്യൂമറിക് 0 to 9 ഡിജിറ്റ്. ഇവയിൽ ഏതാണ് ക്യാരക്ടറിന് കൊടുത്തതെങ്കിലും നമുക്ക് പോസിറ്റീവ് 1 റിസൾട്ട് കിട്ടും. അല്ല ഏതെങ്കിലും ഒരു സ്പെഷ്യൽ ക്യാരക്ടർ ആൽഫബറ്റിക്കും ന്യൂമറിക്കും അല്ലെങ്കിൽ പിന്നെ ബാക്കി കീബോർഡിലുള്ള ക്യാരക്ടർ ഏതായിരിക്കും? സ്പെഷ്യൽ സിമ്പിൾസ്, സ്പേസ് പോലത്തെ അല്ലെങ്കിൽ ഹാഷ് പോലത്തെ, കോമ, കോളൻ, ഇങ്ങനത്തെ സ്പെഷ്യൽ സിമ്പിൾസ് ആയിരിക്കും. അങ്ങനത്തെ ഏത് സിമ്പിൾസും ആവട്ടെ അതാണ് നമ്മൾ ഗിവൺ ക്യാരക്ടറായിട്ട് കൊടുക്കുന്നതെങ്കിൽ, ആർഗ്യുമെൻ്റ് ആയിട്ട് കൊടുക്കുന്നതെങ്കിൽ അതിന് കിട്ടുന്ന റിസൾട്ട് 0 ആണെന്നർത്ഥം. നമുക്ക് പഠിക്കാനുള്ള മറ്റ് 2 ഫംഗ്ഷനാണ് ടു അപ്പർ, ടു ലോവർ. ആ ഫംഗ്ഷൻ നെയിമിൽ തന്നെ ഉണ്ട് അതിൻ്റെ ഉപയോഗം എന്താണെന്നുള്ളത്. ടു അപ്പർ മീൻസ് ഒരു ക്യാരക്ടറിനെ അപ്പർ കേസ് ലെറ്ററിലോട്ട്, സ്മോൾ ലെറ്റർ ക്യാരക്ടറിനെ അപ്പർ കേസ് ക്യാരക്ടറിലോട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ് ടു അപ്പർ. അപ്പോൾ ടു ലോവർ എന്തായിരിക്കും? ക്യാപിറ്റൽ ലെറ്ററിനെ സ്മോൾ കേസ് ലെറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഉദാഹരണത്തിലൂടെ പോകാം. CH is equal to സ്മോൾ ലെറ്റർ A. ഞാൻ പറയുന്നത് ടു അപ്പറിൻ്റെ കേസാണ്. ടു അപ്പർ ബ്രാക്കറ്റിൽ CH എന്ന് കൊടുക്കുമ്പോൾ CHൻ്റെ വാല്യൂ സ്മോൾ A ആയതുകൊണ്ട് അതിനെ എങ്ങോട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ടാവും? ക്യാപിറ്റൽ ലെറ്റർ Aയിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ടാവും. ഇനി അല്ല, നിങ്ങൾ CHൻ്റെ വാല്യൂ ക്യാപിറ്റൽ ലെറ്റർ തന്നെയാണ് കൊടുത്തത്. ടു അപ്പർ CH എന്ന് പറയുമ്പോൾ അവിടെ ക്യാപിറ്റൽ ലെറ്റർ തന്നെയാണ് നിങ്ങൾ ഇൻപുട്ട് കൊടുത്തത്. അതുകൊണ്ട് ക്യാപിറ്റൽ ലെറ്റർ തന്നെ റിസൾട്ട് കിട്ടും. അവിടെ ചേഞ്ചസ് ഒന്നും വരുത്തുന്നില്ല. ഇനി സ്മോൾ ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ എന്നുള്ളൊരു പ്രശ്നമില്ല. ടു അപ്പർ എന്നതിൻ്റെ റിസൾട്ട് അപ്പർ കേസ് ലെറ്റർ തന്നെയാണെന്ന് നമ്മൾ ഓർത്തു വെക്കുക. ടു ലോവർ എന്തായിരിക്കും? ക്യാപിറ്റൽ ലെറ്ററിനെ സ്മോൾ ലെറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഉദാഹരണത്തിലൂടെ നോക്കാം. CH is equal to സ്മോൾ ലെറ്റർ A. ടു ലോവർ CH എന്ന് പറയുമ്പം ഇൻപുട്ട് സ്മോൾ ലെറ്റർ തന്നെ ആയതുകൊണ്ട് അവിടെ ചേഞ്ചസ് ഒന്നും വരുത്തുന്നില്ല. CHൻ്റെ വാല്യൂ ക്യാപിറ്റൽ ലെറ്റർ A ആണെങ്കിൽ ടു ലോവർ CH എന്ന് പറയുമ്പം അവിടെ ക്യാപിറ്റൽ ലെറ്റർ Aയിൽ നിന്ന് സ്മോൾ ലെറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യും എന്ന് മാത്രം. ഇത്ര മാത്രമേ ഉള്ളൂ. ടു ലോവർ റിട്ടേൺ ഓൾവേസ് ലോവർ കേസ് ലെറ്റർ. ടു അപ്പർ ഓൾവേസ് റിട്ടേൺ അപ്പർ കേസ് ലെറ്റർ.
ഈ 2 പോയിന്റ് ഓർത്ത് വെച്ചാൽ മതി. നമ്മളിവിടെ കൊടുക്കുന്നത് ഒരു സെൻറ്റൻസ് അല്ല, ക്യാരക്ടറാണ്, ലെറ്ററാണ്. നമ്മൾ ഇന്ന് പഠിച്ച എല്ലാ ക്യാരക്ടർ ഫംഗ്ഷനും ഒരു ക്യാരക്ടറുമായിട്ട് റിലേറ്റ് ചെയ്താണ്, സ്ട്രിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്തതല്ല. നമുക്കൊരു പ്രോഗ്രാം നോക്കാം. ഒരു ഗിവൺ സ്ട്രിങ്ങിൽ എത്ര ടൈപ്പ് ഓഫ് ക്യാരക്ടർ ഉണ്ട് എന്നുള്ളത് ചെക്ക് ചെയ്യുന്നതാണ്. ഹാഷ് ഇൻക്ലൂഡ് IOStream, ഹാഷ് ഇൻക്ലൂഡ് CSTDIO, ഹാഷ് ഇൻക്ലൂഡ് CC type. Using namespace std, int main, char text of 80, int UCase is equal to 0, LCase is equal to 0, digit is equal to 0. 3 integer variable 0 ആക്കി ഇനിഷ്യലൈസ് ചെയ്തു. cout enter a line of text, gets text. ഒരു ടെക്സ്റ്റ് എൻ്റർ ചെയ്യാൻ യൂസറോട് പറഞ്ഞു, സ്ട്രിങ്ങിലോട്ട് അത് സ്റ്റോർ ചെയ്തു. ഫോർ ഇൻറ്റ് I is equal to 0, text of I not equal to /0 I++. സ്ട്രിങ്ങിൻ്റെ അവസാനം വരെ ഓരോ ക്യാരക്ടർ ബൈ ക്യാരക്ടർ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫോർ ലൂപ്പ് കൊടുക്കുന്നതെന്ന് നിരവധി പ്രോഗ്രാമിലൂടെ നമ്മൾ പറഞ്ഞതാണ്. ഇഫ് ഈസ് അപ്പർ ടെക്സ്റ്റ് ഓഫ് I, ടെക്സ്റ്റിൻ്റെ 0th പൊസിഷൻ മുതൽ അത് ചെക്ക് ചെയ്ത് തുടങ്ങും, അപ്പർ കേസ് ആണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ. UCase ++, UCaseൻ്റെ വാല്യൂ 1 കൂടും. എൽസ് ഇഫ് ഈസ് ലോവർ കേസ് ലെറ്റർ ആണ് ഏതെങ്കിലും ഒരു ക്യാരക്ടർ എങ്കിൽ LCase എന്നുള്ളത് ഇൻക്രിമെൻ്റ് ചെയ്യും. ക്യാപിറ്റൽ ലെറ്ററും അല്ല, സ്മോൾ ലെറ്ററും അല്ല, ഈസ് അപ്പറും അല്ല, ഈസ് ലോവറും അല്ല. അപ്പം അങ്ങനത്തെ കേസിൽ ഈസ് ഡിജിറ്റ് ആണോ എന്ന് നോക്കും. ആണെങ്കിൽ ഡിജിറ്റ് ++ എന്നത് ചെക്ക് ചെയ്യും. എന്നിട്ട് അപ്പർ കേസ് ലെറ്റർ ഇത്ര UCase, ലോവർ കേസ് ഇത്ര LCase, നമ്പർ ഓഫ് ഡിജിറ്റ് ഇത്ര ഡിജിറ്റ്, ഈ 3ഉം റിട്ടേൺ ചെയ്യും. ദ സ്ട്രിങ് ഇൻ അപ്പർ കേസ് ഫ്രം ഈസ് I is equal to 0. അടുത്ത പ്രോഗ്രാമിൻ്റെ പാർട്ട് ഈ സ്ട്രിങ്ങിനെ കംപ്ലീറ്റ് അപ്പർ കേസിലോട്ട് മാറ്റാൻ വേണ്ടിയിട്ടാണ്. വൈൽ ടെക്സ്റ്റ് ഓഫ് I not equal to /0, ടെക്സ്റ്റ് /0 ആവുന്നത് വരെ ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. വുഡ്കാർ എന്തിനായിരുന്നു? ഒരു ക്യാരക്ടറിനെ ഡിസ്പ്ലേ ചെയ്യാൻ. ടു അപ്പർ ടെക്സ്റ്റ് ഓഫ് I, സ്മോൾ ലെറ്ററിനെ ക്യാപിറ്റൽ ലെറ്ററിലോട്ടും, ക്യാപിറ്റൽ ലെറ്റർ ആണെങ്കിൽ അങ്ങനെ തന്നെയും ഡിസ്പ്ലേ ചെയ്യും. അതിനാണ് നമ്മൾ വുഡ്കാർ ടു അപ്പർ ടെക്സ്റ്റ് ഓഫ് I എന്ന് പറഞ്ഞത്. ഗിവൺ സ്ട്രിങ്ങിനെ ലോവർ കേസിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ cout കൊടുത്തു. cout ദ സ്ട്രിങ് ഈസ് ലോവർ കേസ് ഫ്രം എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ഡു-വൈൽ കൊടുത്തു. വുഡ്കാർ ടു ലോവർ ടെക്സ്റ്റ് ഓഫ് I, ഈച്ച് ടെക്സ്റ്റിനെ ലോവർ ആണെങ്കിൽ ലോവർ ആയിട്ടും, ലോവർ കേസ് അല്ലെങ്കിൽ ടു ലോവർ എന്ന ഫംഗ്ഷനിലൂടെ ലോവർ കേസിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടും ഡിസ്പ്ലേ ചെയ്യും. ഇതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. എൻ്റർ എ ലൈൻ ഓഫ് ടെക്സ്റ്റ്. ദ വെഹിക്കിൾ ID ഈസ് KL01 സ്പേസ് AB101. നമ്പർ ഓഫ് അപ്പർ കേസ് ലെറ്റർ ഈസ് ഈക്വൽ ടു 7, നമ്പർ ഓഫ് ലോവർ കേസ് ലെറ്റർ ഈസ് ഈക്വൽ ടു 11, നമ്പർ ഓഫ് ഡിജിറ്റ് ഈസ് ഈക്വൽ ടു 5. ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞ് അടുത്തത് ക്യാപിറ്റൽ ലെറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന ഏരിയ ആണ് വൈൽ ലൂപ്പ് യൂസ് ചെയ്തിട്ട്. ദ സ്ട്രിങ് ഇൻ അപ്പർ കേസ് ഫ്രം ഈസ് ക്യാപിറ്റൽ ലെറ്ററിൽ ഡിസ്പ്ലേ വന്നു. അടുത്ത പാർട്ട് ഡു വൈലിൻ്റെ പാർട്ടാണ് സ്മോൾ ലെറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ദ വെഹിക്കിൾ ID ഈസ് എന്ന് പറഞ്ഞിട്ട് സ്മോൾ ലെറ്ററിലും അവിടെ ഡു വൈൽ ലൂപ്പ് യൂസ് ചെയ്തിട്ട് റിസൾട്ട് കിട്ടി. ഇത്രയുമാണ് നമുക്ക് ഫംഗ്ഷൻ എന്ന ചാപ്റ്ററിൽ ബിൽട്ടിംഗ് ഫംഗ്ഷൻ ഓർ പ്രീഡിഫൈൻഡ് ഫംഗ്ഷൻ പഠിക്കാനുള്ളത്. മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ പഠിച്ചു, ക്യാരക്ടർ ഫംഗ്ഷൻ പഠിച്ചു, സ്ട്രിങ് ഫംഗ്ഷൻ പഠിച്ചു, കൺസോൾ ഫംഗ്ഷൻ പഠിച്ചു. ഇതൊക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻ ഞാനിവിടെ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. എല്ലാവരും അത് വർക്കൗട്ട് ചെയ്യണം. നെക്സ്റ്റ് ക്ലാസ് മുതൽ നമുക്ക് പഠിക്കാനുള്ളത് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷനാണ്. നിങ്ങൾ ഒരു ഫംഗ്ഷൻ സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്യാൻ പോവുകയാണ്. അതിന് റെഡി ആവണമെങ്കിൽ ഇതുവരെയുള്ള എല്ലാ വീഡിയോയും നന്നായി കാണണം. ബിൽട്ടിംഗ് ഫംഗ്ഷനെ കുറിച്ചുള്ള നല്ലൊരു ധാരണ വേണം. എങ്കിൽ മാത്രമേ നമുക്ക് യൂസർ ഡിഫൈൻഡ് സ്വന്തമായിട്ട് ഒരു ഫംഗ്ഷനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. എല്ലാവർക്കും നല്ലൊരു ദിനം നേരുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാൻ, കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഹാവ് എ ഗുഡ് ഡേ.